ഒരു തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്ന് ജമ്മു കാശ്മീർ പഠിക്കേണ്ടിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞതാ തദ്ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രധാന ചുവടുവയ്പ്പിലേക്ക് കടന്നിരിക്കുകയാണ് ജമ്മു കാശ്മീർ. ഒപ്പം മധ്യപ്രദേശുമുണ്ട്. വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മധ്യപ്രദേശിലെയും ജമ്മു കാശ്മീരിലെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ കേന്ദ്രഭരണ പ്രദേശത്തെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മാർച്ച് 1 മുതൽ 4 വരെ മധ്യപ്രദേശിലെ സിയോണി ജില്ലയിലെ പെഞ്ച് നാഷണൽ പാർക്കിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ 31ാമത് ദേശീയ സമ്മേളന വേദിയിലാണ് കരാർ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ധാരണാപത്ര പ്രകാരം ജമ്മു കാശ്മീരിലെ നഗര തിരഞ്ഞെടുപ്പുകൾക്കായി പോളിംഗ് ജീവനക്കാർക്ക് മധ്യപ്രദേശ് 7000 EVMകൾ, ആവശ്യോപകരണങ്ങൾ, പരിശീലനം എന്നിവ നൽകും. തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ പേപ്പർ ലൈസ് ബൂത്തുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ മധ്യപ്രദേശിൽ ഉപയോഗിക്കുന്ന നൂതന രീതികൾ അവതരിപ്പിക്കാനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കും. ജമ്മു കാശ്മീരിലെ മുനിസിപ്പൽ ബോഡികൾ, പഞ്ചായത്തുകൾ, ബ്ലോക്ക് ഡെവലപ്മെന്റ് കൗൺസിലുകൾ എന്നിവയിൽ ഒരു വർഷത്തിലേറെയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളില്ല. മുനിസിപ്പാലിറ്റികളുടെ കാലാവധി 2023 ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ അവസാനിച്ചിരുന്നു. അതേസമയം പഞ്ചായത്തുകളും ബ്ലോക്ക് ഡെവലപ്മെന്റ് കൗൺസിലുകളും 2024 ജനുവരിയിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി. ഈ വിഷയത്തെ സംബന്ധിച്ച ജമ്മു കാശ്മീർ LG മനോജ് സിൻഹ പറഞ്ഞത്, എല്ലാ തലങ്ങളിലും സമയബന്ധിതമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കിക്കൊണ്ട് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെയും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ശക്തിപ്പെടുത്താൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് താഴെത്തട്ടിലുള്ള ജനാധിപത്യം വർദ്ധിപ്പിക്കുകയും തീരുമാനമെടുക്കലിൽ പൗരന്മാരുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ഫലപ്രദമായ വികസനത്തിനായി തദ്ദേശ ഭരണത്തെ ശാക്തീകരിക്കുകയും ചെയ്യും. OBC പ്രാതിനിധ്യത്തെക്കുറിച്ച് അനുഭവപരമായ പാഠങ്ങൾ നടത്തുന്നതിനായിട്ട് 2023 ജൂണിൽ രൂപീകരിച്ച ജമ്മു കാശ്മീർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമർപ്പിത പിന്നോക്ക വിഭാഗ കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച സർക്കാരിന് അന്തിമ ശുപാർശകൾ സമർപ്പിച്ചു. ഇത് സമയബന്ധിതമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പ്രതീക്ഷകൾ ഉയർത്തുകയാണ്. അതിനിടയിൽ ജമ്മു കാശ്മീർ അവരെടുത്തു കളഞ്ഞ പ്രത്യേക പദവി തിരിച്ചു നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂടിയ മോദിയുടെ ചതി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള മനസ്സിലാക്കിയിരിക്കുന്നു എന്ന വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പല രാഷ്ട്രീയ സംഭവങ്ങളും ഒമർ അബ്ദുള്ള BJPയിലേക്കോ എന്ന ചോദ്യത്തിന് കാരണമായി എങ്കിലും താൻ ഒരിക്കലും BJPയിലേക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അബ്ദുള്ള. അങ്ങനെ ജമ്മു കാശ്മീരിൽ പ്രതീക്ഷകൾ അറ്റ BJPയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കൂടി എത്തുകയാണ്.